എല്ലാ മാങ്ങക്കാലത്തും ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കി വെക്കുന്ന ഒരു അച്ചാറുണ്ട് കേട്ടോ. ഒരു പച്ച കളറിലെ ഒരു അച്ചാർ. ശരിക്കും പറഞ്ഞാൽ ഇത്തവണ ഞാൻ വൈകിട്ടോ അത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മാങ്ങയൊക്കെ പറിച്ചെടുത്തു, ക്ലീൻ ചെയ്തു, കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാം. പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അരച്ചിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മുളക് പൊടിയൊന്നും ഇതിലേക്ക് യൂസ് ചെയ്യുന്നില്ല. മാങ്ങ എത്ര എടുക്കുന്നത് അതിനനുസരിച്ച് വേണം കേട്ടോ നമ്മൾ ഇതൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇത്രയും മാങ്ങക്കുള്ള എരിവും അതൊക്കെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ച് മതി കേട്ടോ, നമ്മളിത് അരച്ചിട്ടല്ലേ, അപ്പം നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. അരക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അരയുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളമോ വിനാഗിരിയോ ചേർത്ത് അരച്ചെടുക്കുക കേട്ടോ, ഒരുപാട് ചേർക്കണ്ട. നല്ലെണ്ണയിൽ കടുകും ഉലുവയും ഒന്ന് പൊട്ടിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഈ നമ്മൾ ഒഴിച്ച ആ വെള്ളമില്ലേ അത് ഇതിൽ നിന്ന് വറ്റി വരണം, ആ ഒരു രീതിയിൽ. അപ്പോഴത്തേക്ക് ആ മസാലയ്ക്കൊന്ന് മൂത്ത് വെന്ത് റെഡി ആയിട്ട് വരെ. കുറച്ചുകൂടി കറിവേപ്പില ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അച്ചാറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എരിവിന് പച്ചമുളകും കുരുമുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ മുഴുവനെയുള്ള കുരുമുളകാണെങ്കിൽ അത് നമ്മൾ പേസ്റ്റ് ആക്കിയില്ലേ, ആ ഒരു സമയത്ത് തന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിൽ അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇട്ട് കൊടുത്തതാണ്. ആ മസാലയൊക്കെ ഒന്ന് വറ്റി വന്ന സമയത്ത് നമ്മൾ മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു അരപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അത്യാവശ്യം ആ ഗ്രേവിയും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടാൽ അറിയാലോ. എന്നിട്ട് ഇതൊന്ന് തിക്ക് ഗ്രേവി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ മാങ്ങയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം എല്ലാം കൂടെ ഉണ്ടാവും. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടീസ്പൂൺ, ഈ അളവിലേക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് പച്ചവെള്ളത്ത് കലക്കിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കാണിക്കാൻ വിട്ടുപോയതാട്ടോ. ഈ ഒരു അളവിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ അച്ചാറിലേക്കോ എന്ന് വിചാരിക്കണ്ട കേട്ടോ. നിങ്ങൾ നോക്ക്, കേടൊന്നും വരില്ല. നമ്മൾ വിനാഗിരിയൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അവസാനം കടുകും ഉലുവയും കുറച്ചൊന്ന് വറുത്തെടുത്തിട്ട് അതും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ്, പുളിപ്പ്, മധുരം ഇതൊക്കെ നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് ഒന്ന് പാകപ്പെടുത്തിയിട്ട് എടുക്കുക. കിഡിലൻ ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഡീറ്റെയിൽ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്, അപ്പോൾ ആവശ്യമുള്ളവർ അത് കണ്ടുപോയിക്കോ.